അങ്ങ് കഴുകി അടപ്പത്ത് വെക്കാമെന്ന് വിചാരിക്കുക. പിന്നെ ചിക്കൻ കറി ഓൾറെഡി ഇരിപ്പുണ്ട്. ഒരു ക്യാരറ്റ് തോരനൂടെ വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് റെഡിയാവും. എനിക്ക് നമ്മുടെ നാട്ടിലരി കഴിച്ചാൽ മാത്രമേ എന്തെങ്കിലും കഴിച്ചു എന്നുള്ളൊരു ഫീൽ കിട്ടാറുള്ളൂ കേട്ടോ. ഇത് കുറേ നേരം എടുക്കും വേവാൻ എങ്കിൽ പോലും എനിക്കിതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് ബാസ്മതി റൈസോ അല്ലെങ്കിൽ വേറെ ഒരു റൈസും എനിക്ക് പറ്റത്തില്ല. ഇത് കഴിച്ചാൽ മാത്രമേ എനിക്ക് വയറങ്ങോട്ട് നിറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് ഞാൻ സിഡ്നിയിൽ വന്നതിന് ശേഷം ആദ്യ സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇന്ത്യൻ ഷോപ്സൊക്കെ എവിടെയാണെന്നുള്ളത്. അപ്പം അവിടുന്ന് മാത്രമേ ഈ അരി കിട്ടാറുള്ളൂ. അപ്പം അത് കിട്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ബാസ്മതി റൈസ് കൊണ്ട് സർവൈവ് ചെയ്യുമായിരുന്നു കുറേ നാൾ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഈ അരിനെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഷില്ലോങ്ങിൽ പോകുമ്പോഴും ഈ അരി നാട്ടിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് വരുത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് നേരെ തിരിച്ചാണ്. ഈ അരി ഒട്ടും ഇഷ്ടമല്ല. ഈ അരി ഇഷ്ടമല്ലാത്ത കുറേ പേര് എനിക്കറിയാം, മലയാളികൾ തന്നെ. എന്തോ അവർക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ആ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാനിത് ഒരുപാട് തവണ കഴുകാറുണ്ട് കേട്ടോ. സമയം ഇപ്പം 1:20. ഞാനൊരു ക്വിക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ പോവാണേ. ഫ്രിഡ്ജിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനവും തീർന്നു. ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പം ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകണം നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള. ആദ്യമായിട്ടുള്ളത് ക്യാരറ്റ്സ് ആണ്. ക്യാരറ്റ് വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. സാധാരണ എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് ക്യാരറ്റ്സ് ഉണ്ടാവുന്നതാണ്, പക്ഷെ അത് തീർന്നുപോയി. അതുകൊണ്ട് എനിക്കിനി ഗ്രേറ്റ് ചെയ്യണം. ഈ ഗ്രേറ്ററിന് നല്ല മൂർച്ചയുള്ളതാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ തൊലി പോവും. എത്രയോ വട്ടം എൻ്റെ തൊലി പോയിട്ടുണ്ടെന്ന് അറിയോ? ഒരുപാട് അവിടെ പോയിട്ടുണ്ട്.